ഇടുക്കി ആനച്ചാലിൽ വിനോദസഞ്ചാരികളും പ്രദേശവാസികളും തമ്മിൽ സംഘർഷം. തമിഴ്നാട്ടിൽ നിന്ന് ചെങ്കുളം ഡാമിൽ ബോട്ടിങ്ങിനായി എത്തിയ സംഘമാണ് നാട്ടുകാരുമായി സംഘർഷത്തിലേർപ്പെട്ടത്. ഇന്ന് വൈകിട്ട് ആനച്ചാലിന് സമീപം ചെങ്കുളത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ചെങ്കുളം ഡാമിൽ ഹൈഡൽ ടൂറിസത്തിന്റെ ഭാഗമായി ബോട്ടിംഗ് നടക്കുന്നുണ്ട്. അവിടെ ബോട്ടിങ്ങിനായി എത്തിയതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള 45 പേരടങ്ങുന്ന വിനോദസഞ്ചാര സംഘം. ഇവർ പ്രവേശന പാസ് എടുത്തതിന് ശേഷം ബോട്ട് ലാൻഡിങ്ങിൽ പ്രവേശിച്ചു. അതിനുശേഷം ബോട്ടിംഗ് നടന്നില്ല. കാരണം ശക്തമായ മഴയായിരുന്നു. മഴയുള്ളതുകൊണ്ട് തന്നെ ജീവനക്കാർ ബോട്ടിംഗ് നടത്താൻ കഴിയില്ല എന്ന് ഇവരെ അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇവർ ഈ ബോട്ട് ലാൻഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും തങ്ങൾ നൽകിയ 20 രൂപ വീതം പ്രവേശന ഫീസ് മടക്കി നൽകണം എന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. ഇതേ ചൊല്ലി ജീവനക്കാരുമായി തർക്കമുണ്ടായി. വനിതാ ജീവനക്കാരടക്കം ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് ആരോപണം. എന്തായാലും ഈ പ്രശ്നത്തിൽ പ്രദേശത്തുള്ള പ്രദേശവാസികളും അതോടൊപ്പം തന്നെ അവിടെയുള്ള ടാക്സി ജീവനക്കാരും ഈ ഹൈഡൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള മറ്റ് ജീവനക്കാരും ഇടപെട്ടു. ഇതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ഈ വിനോദസഞ്ചാര സംഘത്തിൽ എത്തിയ ആളുകൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇവർ തമ്മിൽ കയ്യേറ്റമുണ്ടായി. സ്ത്രീകളും കുട്ടികളും അതോടൊപ്പം തന്നെ പ്രദേശവാസികൾ അടങ്ങുന്ന സംഘവും തമ്മിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഏറ്റുമുട്ടലിൽ കൃത്യമായിട്ടുള്ള കയ്യേറ്റ ശ്രമം ദൃശ്യവുമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. പോലീസ് ഇരു വിഭാഗത്തിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് ഈ വിനോദസഞ്ചാരികളുടെ ഭാഗത്താണ് പിഴവ് സംഭവിച്ചത് എന്നുള്ളതാണ്. ഈ പ്രവേശന ഫീസ് മാത്രമാണ് ഈ 20 രൂപ എന്നുള്ളത്. ബോട്ടിങ്ങിന് മറ്റ് ഫീസ് നൽകിയാണ് ബോട്ടിംഗ് നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് ബോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫീസ് ഈടാക്കിയിട്ടില്ല. പ്രവേശന ഫീസ് മാത്രമാണ് ഈടാക്കിയത്. അത് പ്രവേശനത്തിന് മാത്രമുള്ളതാണ്. അത് തിരികെ നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് ഹൈഡൽ ടൂറിസവുമായി ബന്ധപ്പെട്ട കരാറുകാരും ജീവനക്കാരും എടുത്തിരിക്കുന്ന തീരുമാനം. എന്തായാലും ഇതേ ചൊല്ലിയാണ് തർക്കമുണ്ടായിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ മഴ മുന്നറിയിപ്പും അതോടൊപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നിലവിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ജലസാഹസിക വിനോദങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗം കൂടിയാണ് ഇതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് ഇരു വിഭാഗത്തിൻ്റെയും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും കേസെടുക്കുക.